നമസ്കാരം. ക്യാമ്പ് നടത്തുന്ന സ്ഥലമാണ് ഏക്കാട്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ രാത്രികാല ദൃശ്യങ്ങളാണിത്. നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നാഥനില്ലാ കളരിയായി മാറിയോ? ആ സംശയം എല്ലായിടത്തു നിന്നും ഉയർന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു ദൃശ്യം കൂടി കണ്ടുവരാം. വലിയ പ്രശ്നമാണ്, വലിയ വിമർശനം പ്രതിപക്ഷത്തിനുണ്ടാകുന്നുണ്ട്. തുടർച്ചയായി മൂന്നാം ദിവസവും കേരളം മഴക്കെടുതിയിലാണ്ടപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട മുഖ്യമന്ത്രി ഒന്നും പറയാതെ വീണ്ടും കടന്നുപോയി. എന്തെങ്കിലും പറയണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. എന്നാൽ അദ്ദേഹം ഒന്ന് കാണണം. കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാകെ അവതാളത്തിലാണ്. ഭരണപക്ഷ എംഎൽഎമാർ തന്നെ അത് പറഞ്ഞു തുടങ്ങിയെന്നും അദ്ദേഹം കേൾക്കണം. എന്തൊക്കെ വീഴ്ചകളാണ് ഈ സർക്കാരിന് പറ്റിയത് എന്ന് ജനങ്ങൾ തന്നെ പറയുന്നത് കേൾക്കണ്ടേ? ഒന്ന്, കൃത്യമായ മുന്നറിയിപ്പുണ്ടായില്ല. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിരൂക്ഷമായ നാശനഷ്ടമാണ് ഈ കാലവർഷക്കെടുതി മൂലം ഉണ്ടായത്. എന്നാൽ ഒരിടത്തും കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് താഴേക്കിടയിൽ എത്തിയിരുന്നില്ല. ഇത്രയും വലിയ മഴ പെയ്യുന്നു എന്നതിന്റെ സൂചനയുണ്ടായിട്ടും അതിനനുസരിച്ച ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പാടെ പരാജയപ്പെട്ടു എന്നാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. രണ്ട്, താഴെത്തട്ടിലേക്ക് കൃത്യമായി വിവരങ്ങൾ കൈമാറിയില്ല. പലയിടങ്ങളിലും മഴ ശക്തമായതിനു ശേഷം പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ വെള്ളം കടന്നു വരുന്നുണ്ടായിരുന്നു. എന്നാൽ അത്രത്തോളം വെള്ളം കയറുന്നു എന്ന സാഹചര്യം സാധാരണ നിലയിൽ ജനങ്ങളെ അറിയിക്കും. ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശിക്കും. ഇല്ലെങ്കിൽ മുൻകരുതലെടുക്കാനുള്ള നിർദ്ദേശമെങ്കിലും ഉണ്ടാകും. ഇതൊന്നും പലയിടങ്ങളിലും ഉണ്ടായില്ല. പലരും വീടുകളുടെ അകത്തളങ്ങളിലേക്ക് വെള്ളമെത്തിയപ്പോഴാണ് ഈ മഴയുടെ കാഠിന്യം അറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പല വീടുകളിലും വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായി. മൂന്ന്, രക്ഷാപ്രവർത്തനത്തിലെ പോരായ്മ. പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സന്നദ്ധ സേന തുടങ്ങിയവ നേരത്തെ തന്നെ സജ്ജമാകാത്തതിനാൽ രക്ഷാപ്രവർത്തനത്തിലും ഏകോപനമില്ലായ്മ തെളിഞ്ഞു കണ്ടു. പലയിടങ്ങളിലും ആവശ്യത്തിന് സംവിധാനങ്ങൾ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ എത്തിയില്ല. ഒടുവിൽ നാട്ടുകാർ തന്നെയാണ് സംവിധാനങ്ങൾ ഒരുക്കി പലരെയും വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. പലയിടത്തും വെള്ളവും ഭക്ഷണവുമെല്ലാം എത്തിയതും അതുപോലെ നാട്ടുകാരുടെ ഇടപെടലിലൂടെയായിരുന്നു. വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഭീതിയോടെ നോക്കി നിന്ന ജനങ്ങൾ ഒരു രാത്രി മുഴുവൻ ഭീതിയിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വന്നു. 4, ക്യാമ്പുകളിലെ അസംതൃപ്തി. ദുരിതാശ്വാസ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും അതിഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. പലയിടങ്ങളിലും ഭക്ഷണമോ വെള്ളമോ ആവശ്യത്തിന് വൈദ്യുതിയോ ഉണ്ടായിരുന്നില്ല. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പോലും പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. പരാതി പറയുവാൻ പോലും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നും നാട്ടുകാർ ആക്ഷേപമുന്നയിക്കുന്നു. 5, വെള്ളമിറങ്ങിയിടങ്ങളിലെ ശുചീകരണം. പ്രളയ ദുരിതാശ്വാസം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രളയാനന്തരമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും. പ്രളയം സംഭവിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രളയാനന്തരം എന്ത് എന്ന കാര്യത്തിലും ചില ആലോചനകൾ നടത്തും. എന്നാൽ അത്തരം ആലോചനകളൊന്നും തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടായതേയില്ല. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ അത് തെളിഞ്ഞു കണ്ടു. ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനവും സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. വെള്ളമിറങ്ങിയെങ്കിലും അത്രയേറെ ദുരിതമായിരുന്നു അവിടെ. എംഎൽഎ ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒടുവിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരെയും കൂട്ടിയാണ് മുഴുവനിടങ്ങളിലും വൃത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ അവിടെ ജനങ്ങൾക്ക് ഗുണകരമായി നിന്നതേയില്ല. നേരെ മറിച്ച് ഉടൻ തന്നെ വേസ്റ്റ് മുഴുവൻ മാറ്റണം എന്നായിരുന്നു അവരോട് സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശുചീകരണത്തിലും വലിയ പാളിച്ച തന്നെ ഉണ്ടായി. നമ്പർ 6, വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസത്തിലും വിവിധ വകുപ്പുകളാണ് പങ്കുചേരുന്നത്. റവന്യൂ വകുപ്പിനൊപ്പം തദ്ദേശം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകൾ സജീവമായി പങ്കെടുത്താൽ മാത്രമേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ വിജയപ്രദമാവുകയുള്ളൂ. എന്നാൽ ഇത്തവണ ഏകോപനമില്ലായ്മ മുഴച്ചു നിന്നു. ഇവരെ ഏകോപിപ്പിച്ച് ഒന്നിച്ചു മുന്നോട്ടു പോകാൻ ആരുമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പലയിടങ്ങളിലും ഓരോ വകുപ്പുകളും അവർക്ക് തോന്നിയതുപോലെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ
പൂർണ്ണമായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഫലവത്തായില്ല എന്ന് ചുരുക്കം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്പർ 7. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകൽ. ദുരിതത്തിലകപ്പെട്ട ജനങ്ങൾ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ഭീതിയിലാണ് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടാവുക. അവരാഗ്രഹിക്കുക ഒരാശ്വാസ വാക്കാണ്. സർക്കാർ ഒപ്പമുണ്ട് എന്ന വാക്ക് തന്നെയാണ് അവർ എല്ലാ കാലഘട്ടത്തിലും ആഗ്രഹിക്കുന്നുണ്ടാവുക. എല്ലാ കാലത്തും അതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയായിരുന്നു. എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എല്ലാ ഘട്ടത്തിലും ജനങ്ങളോട് സംസാരിക്കും. 2018 മുതൽ കേരളത്തിന്റെ അനുഭവം അങ്ങനെയായിരുന്നു. പ്രളയഘട്ടങ്ങളിലെല്ലാം ജനങ്ങളോട് സംവദിക്കുക എന്നതായിരുന്നു ഭരണാധികാരികളുടെ രീതി. എന്നാൽ ഇവിടെ അങ്ങനെയൊന്ന് ഉണ്ടായതേയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. മാധ്യമങ്ങൾ മുന്നിൽ ചെന്ന് നിർത്തിയപ്പോഴെല്ലാം അദ്ദേഹം മിണ്ടാതെ കടന്നുപോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാകാം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തോട് ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടാകാം, പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ വിമർശനങ്ങളുടെ എല്ലാം ചുരുക്ക് പാവം ദുരിതബാധിതരുടെ മേൽ തീർക്കരുത്. ഏകോപനത്തിനായി ഒരു യോഗം പോലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്നത് 4-ാം ദിവസമാണ് എന്നോർക്കണം. നേതൃപരമായ തലത്തിൽ അത്രയേറെ അലംഭാവം ഉണ്ടായി എന്ന് ചുരുക്കം. അത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാക്കുന്ന നിരാശ ചെറുതല്ല എന്ന് മുഖ്യമന്ത്രി എപ്പോഴാണ് മനസ്സിലാക്കുക? ഇപ്പോഴും മഴ പൂർണ്ണമായും നിലച്ചിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ മടങ്ങിയിട്ടില്ല. വെള്ളം കയറുമെന്ന ഭീതിയിൽ വീടുകളിൽ ഇപ്പോഴും ജനങ്ങളുണ്ട്. പരസ്പരം കൈകോർത്ത് അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ കേരളീയ സമൂഹത്തിന് കഴിയുമെന്ന് പ്രത്യാശിക്കാം.